ഹലോ ഗായ്സ്, ഭഗത് കിട്ടോ ഗെയിമിംഗ്. അപ്പോൾ നമ്മളിന്ന് പുതിയ ഇന്ത്യൻ ഡ്രീം 3Dയുടെ ഗെയിമായിട്ട് വന്നേക്കാണ്. അതിലൊന്ന് അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാർ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ പഴയ റേഞ്ച് റോവർ മാറി പുതിയ ഡിഫൻഡർ വന്ന കേട്ടെ. അത് 002 ഇതാണ് നമ്മുടെ ഡിഫൻഡർ. ഓക്കെ, ഇത് നല്ല സീൻ വണ്ടിയാണ്. ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. പണ്ടല്ലേ, ഞാൻ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ. നോക്ക്, ഈ വണ്ടി അങ്ങ് നശിപ്പിച്ച് കളയാം. നമുക്ക് വണ്ടി വേറെ വാങ്ങിക്കാം. ഇതൊക്കെ വെറുതെ ഇതില്ലാത്ത വണ്ടിയാണ്. പൊട്ടാത്തുന്ന പൊട്ട്. പൊട്ടി. ഇതാണ് നമ്മുടെ വണ്ടി. ഗായ്സ്, നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ 200 ലൈക്കാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കുക ഗായ്സ്. അവർ നമുക്കിന്നേ അപ്പം അതന്നെ ഒന്ന് തുടങ്ങാൻ പറ്റും. ഇതാ, നമ്മൾ സ്ലോ മോഷൻ കളിച്ച് വീഡിയോ വയ്ക്കാൻ പോകുന്നു. എങ്ങനെയാണെന്നല്ലേ കാണിച്ചു തരാം. നേരെ വണ്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, തോക്കെടുക്കാം. കലാസ്നിക്കാവ് എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്കപ്പോൾ പൊട്ടിക്കാം. സാറേ, എൻ്റെ സാറേ, അവന് ഹെഡ് അടിച്ചിട്ടുണ്ട്. ഹെഡ് ഒക്കെ ഹെഡ് 3 കൊടുത്ത് കഴിയുമ്പോൾ ശരിയാവും. സാറേ, അവൻ്റെ ഹെഡ്മല്ലാത്തിൻ്റെ ഹെഡ് മേടിച്ച് തല സാറിൻ്റെ സാറിൻ്റെ തലയ്ക്കൊന്ന് കൊടുക്കുക. സാറന്മാരുടെ ഹെഡ്ഷോട്ട് അടിച്ചൊക്കെ തലയ്ക്കാൻ അടിച്ചേക്കുന്നത്. ഇനി ഇവിടെ ഇരിക്കാൻ ഒരുത്തന്നെ ജീവനോട് വേണ്ട. അതന്നെ. ഓക്കെ നമ്മളെല്ലാ സാധനം കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാറി മച്ചാനെ. ഒരുത്തന്നെ ഇരിപ്പില്ലേ? അവനെ കണ്ട അവൻ ചത്ത. അവനൊക്കെ എന്നാ ചത്ത്. ഇനി ഇവിടെ ഒരുത്തനും കൂടി ഉണ്ട്. അവനെ പൊട്ടിക്കണമെങ്കിൽ റോക്കറ്റ് ലോഞ്ചർ തന്നെ വേണം. അല്ല, അവൻ ചത്തിട്ടുണ്ട്. അവൻ ചത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും രക്ഷപ്പെടാം. അതാണ് നല്ലതെന്ന് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പോലീസുകാർ അലേർട്ടായിട്ടുണ്ട്. 5 സ്റ്റാർ 3 സ്റ്റാർ വണ്ടർ ലെവല്. എത്തിയ സാറേ? ഞാൻ എപ്പോഴാണ് വന്നത് സാറേ? അവന്മാർ വെടി വെച്ച് തുടങ്ങിട്ടാ. നമ്മളെ പൊട്ടിക്കാൻ പറ്റില്ല, നമ്മള് ഓവർ സ്പീഡല്ലേ സാറേ. സോറി സാറേ, ഞാൻ പോവാൻ കേട്ടോ. അയ്യോ, എൻ്റെ പള്ളി. കിട്ടില്ല. അതാണ് അതൊരു ഇതില്ലാത്ത ഡ്രിഫ്റ്റിംഗ് ആയിപ്പോയി. സാറുമാർ പുറകിലുണ്ടല്ലോ. സാറേ, ഞാൻ പോവേണ്ട. ഇതിൽ കൂടെ പോവാണ്. സാറുമാർ ഒക്കെ എല്ലാവരും വാ സാറേ. എല്ലാ എണ്ണം പറയണ കണ്ടോ? കണ്ടോന്നറിയില്ല. കണ്ടോ? ഒക്കെ വരുന്നുണ്ട്. നമുക്ക് നേരെ വിടാം. അവിടെയൊക്കെ പോലീസുകാരുണ്ട്. അവരൊക്കെ ഇങ്ങോട്ട് തിരിക്കുന്നുണ്ട്. എല്ലാവരും തിരിച്ചു തുടങ്ങി കേട്ടോ. തിരിച്ചു വന്നു തുടങ്ങി. നമ്മളന്നേക്കാൻ വലുതല്ലേ. മറയല്ലേ വണ്ടി വരണ്ട. സാറേ വരുന്നുണ്ടോ സാറേ? ഇല്ല, പോവാ. സാറേ പോവാട്ടാ. നമ്മളൊക്കെ പോകുന്നു സാറേ. ഇത് ഓഫ് റോഡാണ് ഡിഫൻഡർ. താറ് പോലെയല്ല, താറ് മറിയും.
സാറ് മറയത് ഡിഫൻഡറിന് കുറച്ച് ഡിഫൻഡർ. ഓക്കെ, ഡിഫൻഡറായി താറൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ പോയി താറുന്നാലും പോകുന്ന ഉറപ്പായി. പക്ഷെ ഇത് മറയും എല്ലാം നമുക്ക് ചെയ്യും. പക്ഷെ രക്ഷപ്പെടാനായിട്ട് നല്ല മാർഗമുള്ള വണ്ടി ഇതാണ്. ഓക്കെ, രക്ഷപ്പെട്ടിട്ട് ഓ ഡെഡായി, ഒരാൾ ഡെഡായി അവിടെ കിടക്കണുണ്ടായി. ആ മറഞ്ഞാലും എന്തായി, നമ്മുടെ ഈ ടയർ പോയി. ഈ സൈഡിലത്തെ ടയറില്ല, ഐസ് കൊടുത്ത ബാക്കിലത്തെ ടയറിൽ ഒരു ടയർ പോയിട്ട് ഒരാളുടെ തലയിലടിച്ച് ഡെഡായി. പക്ഷെ നമ്മ രക്ഷപ്പെടുന്നുണ്ടല്ലോ, അതാണ് മതി നമ്മ നല്ലൊരു രക്ഷപ്പെടുന്നില്ലേ. ഇപ്പം എത്ര കിലോമീറ്റർ നമ്മൾ പോകുന്നത്, എത്ര കിലോമീറ്റർ പോരാണ്ട്. ഓക്കെ ഓക്കെ, നമ്മൾ കുറെ കിലോമീറ്റർ എത്തി. നമുക്കൊന്ന് ചെറിയ പണിൻ്റെ കേസ് എന്താണെന്നറിയോ. വാണ്ടറ പോട്ടെ, അതവിടെ റോഡാണ്. അപ്പോൾ റോഡിലോട്ട് കയറാൻ നമുക്ക്. അപ്പം എന്നാ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. വാണ്ടർലയിൽ പോയാൽ മതി. ഓ വളക്കിയ വണ്ടി. പോയി പോവും. സാറേ സാർ ബൈ ബൈ ബൈ. ശരി സാറേ, ഞാൻ പോയിട്ട് വരാടാ. ഓ ഡോറ് പോയി. കണ്ടില്ല, ഡോറ് അടിച്ചുകൊണ്ട് പോയിന്ന്. സാറുമാരൊന്നും ഡോർ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയും സാറുമാർ, ഈ വണ്ടി ശരിയാൻ കൊടുക്കുമ്പോൾ, നമ്മൾ ഈ വണ്ടി ശരിയാൻ കൊടുക്കുമ്പോൾ ഇതിന് ചേർന്ന ആളെയും കിട്ടും, വണ്ടി ഇവിടെ നിന്ന് കിട്ടും. പക്ഷെ നമ്മൾ ഈ വണ്ടി പൊട്ടിക്കുകയാണ് ചെയ്യാൻ പോണത്, കത്തിച്ച് കളയും. ഒരിക്കലും സാറുമാർക്ക് വണ്ടി കിട്ടില്ല. സാറുമാർക്ക് താഴെ സാറുമാർക്കൊക്കെ ഇരിക്കാം. അങ്ങനെയാണ് നമ്മുടെ സീനാക്കാൻ പോണത്. നമ്മള് അവിടെ എന്താ, ഓ അവിടെ മറ്റേ സാധനം തന്നെ. സാറുമാര് പോയി. ഓക്കെ, സാറുമാര് പോയി. ഡോറ് പോയിട്ടാ, ഡോറ് കുഴപ്പമില്ല. നമുക്ക് ചെറിയ പണിയൊക്കെ ഉണ്ട്. നമ്മുടെ സ്ഥലത്തെത്തി, നമ്മ ഇവിടെ എത്തി. ഇതിൻ്റെ അകത്ത് കൂടെ കയറിയാൽ മതി. ഇതാണ് നമ്മുടെ സ്ഥലം. നമ്മുടെ ഏരിയയിൽ കയറിയില്ല. അമ്മരെ രക്ഷപ്പെട്ടു. ഈ ഭാഗത്തേക്ക് പോലീസുകാർ വന്നിട്ടുണ്ടെങ്കിൽ അമ്മരൊക്കെ തിരിച്ചു പോയിട്ടില്ല, ചത്തിട്ട് പോയിട്ടില്ല. ഇത്ര ശവമായി പോയിട്ടുണ്ട്. ഡോറ് പോയെന്നുള്ളോ, വണ്ടിയിട്ട് ഇത് പോയിട്ടില്ല. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ വെറുതെ ചെയ്യുന്ന കണ്ടുപിടിക്കും. വണ്ടി ഡോറാണ് പോലീസുകാർ ഇടിച്ചുകൊണ്ട് പോയത്. നിങ്ങൾ കണ്ടോന്നറിയില്ല. അപ്പം ഇത് എന്തായാലും നശിപ്പിച്ച് കളയണം വണ്ടി. തൊണ്ടി മുതലൊന്നും ബാക്കി വയ്ക്കാൻ പാടില്ല. ഓക്കെ, തൊണ്ടി മുതലൊന്നും ബാക്കി വയ്ക്കാൻ പാടില്ല. ഇതെവിടെയാണ്? പൊട്ടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പോലീസുകാരും വരെ ഫയർഫോഴ്സും വരില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാനൊരു വണ്ടി വേണമല്ലോ ഗൈസ്. ആറടിച്ചിട്ട് ഇത് വണ്ടി വരുന്നുണ്ട്. ഇത് വണ്ടി G-Wagon. നമുക്കിഷ്ടമുള്ള കളർ എടുക്കാം, ബ്ലാക്ക് G-Wagon.
തിരിക്കട്ടെ അങ്ങോട്ട്. അതെന്നാലും മാഞ്ഞ് പോകും. അത് സ്ക്രാപ്പിലോട്ട് പോകും മാഞ്ഞ്. ആ സ്ക്രാപ്പിലെത്തിണ്ടാവും. ഞങ്ങളെ പെയിന് ഈ വണ്ടി പിടിക്കാൻ പോലീസ് നമ്മൾ അടുത്തത് നമ്മൾ ഈ വണ്ടി സെറ്റാക്കുള്ളൂ. ഇവിടെ ഷോറൂം, നമ്മൾ ഈ ഷോറൂം നേരത്തെ ആർക്കോ വിറ്റാണ്. ഇതിപ്പോൾ അവർ വെറുതെ ഇട്ടേക്കത്. ഓക്കെ, സമയത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റീരിയറൊക്കെ എന്താല്ലേ. എൻ്റെ പിന്നാളിയാ, പെട്ടെന്ന് സ്പീഡ് വിട്. ഓക്കെ, ഇനി പോലീസ് സ്റ്റേഷൻ ഇനി നമ്മുടെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. മറഞ്ഞല്ലേ വണ്ടി. ഇനി നമ്മുടെ സ്ഥലത്താണ്, നമ്മുടെ സ്ഥലമാണ് ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷൻ. നമ്മുടെ സ്വന്തം സ്ഥലം. ഓക്കെ, എടി പൊടി മാറി മര്യാദയ്ക്ക് മാറിക്കോ. വേറെ ചത്ത് ചത്താ കുഴപ്പമില്ല. എന്താടാ അത് അവിടെ സംഭവിച്ചു? എടാ ഇവള് പ്രേതമാണ്. അവളാണ് ഒറിജിനല്. അപ്പൊ അവള് വീഴുമ്പോ ഇവളും വീഴും. ഓക്കെ, ചത്തു തോന്നുന്നുണ്ട്. നമുക്കൊന്ന് വെടി വെച്ചിട്ട് നോക്കിയാലേ. ഡേ എനിക്ക് അവള് നേരത്തെ വടി. അപ്പൊ അവിടുത്തെ ആള് മാഞ്ഞോ? അപ്പൊ ഇവിടുത്തെ പ്രേതമാണ് പൈസ കൊടുത്ത ഹൈലൈറ്റ്. മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ പ്രേതങ്ങളാണ്. നീ ഇപ്പൊ നമ്മുടെ സ്ഥലത്താണ്. നമ്മുടെ സ്ഥലം പോലെ നമ്മുടെ സ്ഥലത്താണ്. ഈ സ്ഥലം വേണേൽ നമുക്ക് പൊട്ടിക്കാനൊക്കെ ഉപയോഗിക്കാം. കണ്ട് ഇതേപോലെ പൊട്ടിക്കാൻ പോണത്. സാറേ, ഇതാണ് ഞങ്ങളുടെ വഴി സാറേ. എല്ലാം നമ്മൾ പൊട്ടിക്കും. നമ്മളിതെല്ലാം പൊട്ടിക്കും. എല്ലാം നമ്മൾ തീർത്തു കൊടുക്കുന്നു. CCTV ഫുട്ടേജോ അറിഞ്ഞില്ല സാർ. CCTV കൂടെ ആരോട് വെച്ചിട്ടാ CCTV? AC ഉണ്ട് ഇവിടെ. AC ഇവിടെ ഉണ്ട് CCTVൻ്റെ അകത്ത്. ഓക്കെ, അത് വെള്ളമുണ്ട്. വേണ്ട, അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അടുത്ത ജയിലിൽ പോകുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റില്ല. മോളിൽ നോക്കുമ്പോ എന്ത് ഇതല്ലേ. മോളിൽ നോക്കുമ്പോ നമുക്ക് അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ വെടി വെച്ചിട്ടാ നമുക്ക് രക്ഷപ്പെടാനൊക്കെ തോന്നി. ആരെയൊക്കെ ഉണ്ടാടേ ഈ വഴി. അവിടെ ഒരാളെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ടോ? അവളെ തലക്കടിച്ചാലാ ചേച്ചി? ഇവിടെ ഡെഡ്. പൊളിച്ച്. അതാണ് സീൻ. അതാണ്. സാറുമാര് പെട്ടെന്ന് ഇറങ്ങിയല്ല സാറേ. എടോ അവൻ്റെ മണ്ടം സുനലിയായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അവൻ്റെ സുനാപ്പിളി ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അവൻ്റെ മണ്ടം സാധനത്തിനായിട്ട് അടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും രക്ഷപ്പെടണം. എന്തായാലും നമുക്ക് ഗൈസ് നമ്മളിവിടെ എത്തി. അപ്പോൾ അതിന് നമുക്കിവിടുന്ന് രക്ഷപ്പെട്ടപ്പോൾ പോകണം. 2 പേരെ പൊട്ടിച്ചേക്കണേ, അതും 2 സിബിലിയൻസിനെ. ഓക്കെ, ഇത് രണ്ട് കളിയല്ല. സാറുമാരെന്തിനാ വന്നേ? എല്ലാം കൂടി പോയിട്ട് അവരെ പോയി റിക്കവർ ചെയ്ത് കൊണ്ടുപോകും. അല്ല പിന്നെ ഈ വണ്ടി പോച്ചാറേ. സാറേ ഊക്കാനല്ലേ സാറേ, ഞങ്ങളിട്ട് പൊട്ടിക്കില്ലേ. പിന്നെ അത് സാറെന്ത് പണിയാണ് സാറേ ഇതെന്തോ. നമുക്കിട്ട് ഊക്കാന്ന് സാർ. നമ്മുടെ വണ്ടിയും പൊട്ടിച്ച് എന്നിട്ട് നമ്മുടെ അടുത്തൊന്ന് പറയണേ നിങ്ങളെന്ത് പണി കാണിച്ചത്.
അവർക്ക് അയാൾ കാണിച്ചതുണ്ടോ നമ്മുടെ ഇതെന്താ ഡിക്ക് ചെയ്യുന്നത് ഇങ്ങനെ അതാ ആക്സിഡന്റ് ഇങ്ങനെ സംഭവിച്ചോ ഇവരെയൊക്കെ കൊണ്ട് തട്ടി ഇതാണ് ജീവകൻ എത്ര പൊളിഞ്ഞാലും ഇവിടെ ആയിട്ട് ഓരൊക്കെ എന്താണ് ഇങ്ങനെ ഇരിക്കണോ സാറ് ഒഴിഞ്ഞു പോ സാറേ സാറിനോട് ആര് പറഞ്ഞ് ഇങ്ങോട്ടിടാനിട്ട് ഇതെന്റെ സ്ഥലത്ത് സാറുമാരൊന്നും ഇങ്ങോട്ടിറങ്ങണ പോലെയാണുള്ളത് സാറേ ഒഴിഞ്ഞു പോ വണ്ടിയാണെങ്കി ജാതി സാധനം പോയി ഡോറും പോയിന് എല്ലാ വണ്ടിയായി മറയല്ലേ വണ്ടി മറയല്ലേ മറഞ്ഞ് എന്താണിത് എന്താണ് ആക്കിയത് ഊക്കാന്ന് വെച്ച നമ്മളെയൊക്കെ ഇട്ടിട്ട് സാറുമാര് നമ്മളെയൊക്കെ ഇട്ട് ഊക്കാം നമ്മുടെ സ്ഥലത്തോട്ട് സാറുമാരെ നമ്മുടെ സ്ഥലം പൊടി ബെസ്റ്റ് സാറുമാരെ നമ്മുടെ സ്ഥലത്തോട്ടാ നമ്മളാ ഊക്കാന്ന് വെച്ചാടാ നമ്മൾ ഊക്കണ കൂട്ടത്തിലല്ലാട്ടാ നമ്മളങ്ങനത്തെ കൂട്ടത്തിലല്ല സാറേ വാടാ ഞങ്ങ ഇപ്പുറത്തുണ്ട് ഇവിടെ എന്തുവാണത് വന്ന് നോക്കിയാരോ അങ്ങനെ അവിടെ നിന്ന് ഇനി നേരത്തെ നമ്മള് വണ്ടി തെറിച്ചു പോയിന്ന് പറഞ്ഞില്ലേ വണ്ടിയാന്ന് കൊണ്ടിട്ടത് ഒരു കലാസ്നിക്കാവ് വെച്ച് പൊട്ടിച്ചെടുക്കാം ഒക്കെ ഇതിന് പൂമ്പിട്ട് പൊട്ടിച്ചു ഓടോ സാറുമാരുടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഈ വണ്ടിയുടെ കാര്യം ഏകദേശം തീരുമാനമായി ഈ വണ്ടിയും കൊണ്ടുപോയ നാട്ടുകാർ ഊക്കിയിട്ടിട്ട് പിടിക്കും അതിന് മുഖം മനസ്സിലായിട്ടില്ല ഇനിയിപ്പോൾ ഈ വണ്ടി പൊട്ടിച്ച് കളയണോ എന്തായാലും പൊട്ടിച്ച് കളഞ്ഞതിൻ്റെ പേര് എനിക്കിനി ഇത് അങ്ങോട്ട് ഇതൊക്കെ എറിഞ്ഞ് ഒട്ടയ്ക്കാം കാണിക്കാൻ പോണ്ട വയ്ക്കാൻ പോണ്ട ഇനി നമുക്ക് കാറൊന്നും വേണ്ട ഷിൻഡൻ സാധനം ഗായ്സ് നിഞ്ച ZX10R ആണ് ഗൈസ് 10R എടുത്തിട്ടുണ്ടല്ല ഈ 10R 2024 മോഡൽ 10R ആണത് ഇതൊക്കെ എടുത്ത് പോകുമ്പോഴല്ലോ എന്ത് സുഖമെന്നറിയോ എന്താണ് സാറുമാരെ കാണിക്കാനാണ് ഇവിടെ വന്ന് നിൽക്കണത് എന്തിനാണ് സാറുമാരിവിടെ വന്നത് സാറേ അവര് പോയി സാറുമാരെന്തിനാണ് നിൽക്കണേ സാറേ നമ്മൾ പറഞ്ഞോണ്ട് തരില്ല ഇതൊക്കെ നമ്മൾ പൊട്ടിക്കുമ്പോഴല്ല സാറേ നമുക്കിത് ഇനി നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സാറ് എന്തായിരുന്നു എന്നെ തല്ലും എന്നെ തൊടും അതുകൊണ്ട് ഇത് പൊട്ടിച്ച് കളയാനല്ലേ സാറ് നല്ലത് അതിൻ്റെ അകത്തോട്ട് നമ്മളെല്ലാ ബോംബും എടുത്ത് എറിയുന്നുണ്ട് ഇനി ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സാറുമാർ നമ്മളൊക്കെ ഇട്ടിട്ട് പൊട്ടിക്കും അതുകൊണ്ട് ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ സാറുമാര് ഇവനെന്തുവാടെ തിരിച്ചു പോവില്ല ഈ ലോകത്ത് തിരിച്ചു പോവില്ല അവനാണെങ്കിൽ കരിഞ്ഞ അസ്ഥിയായിട്ട് അടന്ന് മഴനാടിച്ച് കിടപ്പുണ്ട് എനിക്കില്ല ഓടിച്ചോ ആരെയാണ് അടിച്ചത് ഞാൻ അതിൻ്റെ അടിയും കൂടി എനിക്ക് കിട്ടാൻ വയ്യാട്ടാ ഒന്നാമത് ഈ ഇന്ത്യൻ ട്രെൻഡറിലെ വണ്ടിക്കൊക്കെ ചില കൺട്രോളും കിട്ടില്ല ഇതണ്ട ചെരിഞ്ഞാണ് വണ്ടി പോണത് അല്ലേ ഞാൻ മാറ്റണം പോയ വണ്ടി നമുക്ക് ആക്സിഡൻ്റ് ആണെന്ന് വയ്ക്കാം ആക്സിഡൻ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് പറ്റും വണ്ടിക്ക് എന്ത് പറ്റും നോക്കാം അതിനിപ്പോൾ നമ്മൾ ഒറ്റ കാര്യം ചെയ്യുന്നുള്ളൂ നേരെ കൊണ്ടിട്ട് അവിടെ കൊണ്ട് ഇടിക്കുക വേണ്ട ഇതാണ് ഇത്രേ ഉള്ളൂ കാര്യം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വണ്ടി അങ്ങോട്ട് പോയി നമ്മൾ തന്നെ ഇങ്ങോട്ടും പോകുന്നു 90 അടിച്ച് കഴിഞ്ഞാൽ വണ്ടി കിട്ടോ ഇതാ കയറാൻ പറ്റാത്ത ഗൈസ് നമ്മൾ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ
നേരെ മറ്റേ വണ്ടി അടുത്തേക്ക് പോവുകയാണ്. വെറുതെ ഈ വണ്ടിക്ക് എടുത്തിട്ട് ഇതാണ് ഞാൻ ഓഫ് റോഡ് വണ്ടിയാണ്. ഓഫ് റോഡ് വണ്ടിയാണെന്ന് കണ്ടറിയാം. ആളിയാണ് നമ്മുടെ നെഞ്ച അവിടെ കിടപ്പുണ്ട്. ഓ ഇത് പിടിച്ച് പൊട്ടിക്കല്ലേ. ഓക്കെ, നമ്മുടെ നെഞ്ച അവിടെ കിടപ്പുണ്ട്. എന്തിട്ട് ഇടിച്ചിട്ടുണ്ട്. അതൊക്കെ ഇടിച്ച് തവിട് കൂടിയൊക്കെ. ഓക്കെ ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരാം. അപ്പോൾ ഓക്കെ ബൈ.